നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കാൻ പോവുകയാണ്. നമ്മൾ 2 കടയിൽ പോകുന്നുണ്ട്. ഇവിടെ ന്യൂ വേൾഡിലും പോകുന്നുണ്ട്, പിന്നെ എവിടെയും പോകണേ DHലും പോകും. DH ഇന്ത്യൻ സ്റ്റോറാണ്. സോ ഇന്ത്യൻ ബേസ്ഡ് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ എന്താണ് പരിപാടി? ഇപ്പോൾ പോകുന്നു, അവിടെ സാധനം മേടിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. എനിക്കൊന്ന് ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റിന് പോകുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പിന്നെന്ത് പറയും, ടിക്കറ്റ് കട്ട് ചെയ്ത് കയറ്റി അതായിരിക്കും ഇതൊന്നും പറയാനില്ലല്ലോ. എന്നാലും ഇറ്റ്സ് മീ ബിൻ, ഐ ആം ഫ്രം ഇന്ത്യ ബട്ട് ഐ ആം സ്റ്റേയിങ് ഇൻ ന്യൂസിലാൻഡ് ഇൻ പാപ്പറ്റോയ്. അപ്പോൾ ന്യൂസിലാൻഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരും ന്യൂസിലാൻഡിൽ ഉള്ളവരുമാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോസ് ഉപകാരപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, വേണേൽ കണ്ടാൽ മതി. നമുക്കപ്പോൾ ന്യൂ വേൾഡിൽ പോകാം. ന്യൂ വേൾഡിൽ മോസ്റ്റ് ഓഫ് എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇന്ത്യൻ സാധനങ്ങൾ, ഇന്ത്യൻ എന്നിട്ടാ നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു. ഇപ്പം മസാലപ്പൊടിയും അല്ലാണ്ട് ഞാൻ കുറേ വെറൈറ്റി മിഠായിസൊക്കെ ഇവിടെ കിട്ടും ഇന്ത്യൻ തന്നെ. അതൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ലാണ്ട് വേണമെങ്കിൽ കുറച്ച് ന്യൂസിലാൻഡ് ഭംഗിയും കാണിച്ചു തരാം. നാട്ടിലത്തെ പോലെ തന്നെ എന്ന് ഞാൻ പറയില്ല, എന്നാലും കുറച്ച് വ്യത്യാസമുള്ളൂ. ഐ വിൽ ഷോ യു. ഇതാണ് ഒരു വില്ലയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതാണ് പാപ്പറ്റോയ്. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് മലയാളീസ് ഇന്ത്യൻസ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് ഇവിടുന്ന് 2 ക്ലോസ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാറൊന്നുമില്ലാന്ന് ഇപ്പോൾ നോക്കണ്ട. കാറൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഒരു 5 മിനിറ്റ്സ് വാക്കുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ന്യൂ വേൾഡിലേക്ക്. ബട്ട് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് എക്സാക്ട് പ്ലേസിലാണ്. പെട്ടെന്ന് എല്ലാത്തിലേക്കും ആക്സസ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും. ഇപ്പോൾ ഫുഡൊക്കെ മേടിക്കാൻ ഇങ്ങനെ നടന്നു പോയി സാധനം മേടിച്ച് വീട്ടിലേക്ക് വരാം, നാട്ടിലത്തെ പോലെ തന്നെ. വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് പാപ്പറ്റോയ്. ഇത് ഓൾഡ് പാപ്പറ്റോയ്. ദിസ് ഇസ് ഓൾഡ് പാപ്പറ്റോയ്. ദിസ് ഇസ് ബസ് സ്റ്റോപ്പ്. അതാണ് ബസ് സ്റ്റോപ്പ്. ഒരു കോലുണ്ടാവും, ബസ്സിൻ്റെ പടം ഉണ്ടാകും. വേറെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു നമുക്കിത് കണ്ടുകൊണ്ടു നമുക്ക് ആദ്യം ബീച്ചിൽ പോകണം, ന്യൂ വേൾഡിൽ പോകണം. അത് തന്നെ, നമുക്കാദ്യം DH പോകണം, മലയാളിക്കടയിൽ പോകണം. സോ മലയാളിക്കടയല്ല, ഇന്ത്യൻ കടയാണത്. മലയാളിക്കട വേറെ ഉണ്ട്, ബട്ട് ഇവിടെ അടുത്ത് ഇന്ത്യൻ കടയാണ്. നടന്നു പോകാൻ പെട്ടെന്ന് എത്തുന്നത് ഇന്ത്യൻ കടയാണ്. സോ ആദ്യം ഇന്ത്യൻ കടയിൽ പോകണം. ബെഡ് പുറത്തിരിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ ആവശ്യമില്ലെങ്കിൽ സാധനങ്ങൾ പുറത്ത് വയ്ക്കും. ഇന്നലെ ഒരു ബെഡ് പുറത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബെഡാണ്, ബട്ട് സെക്കൻഡാണ്. ബട്ട് നൈസ്. ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടി സാഡേ എടുത്തോണ്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും പുറത്ത് വയ്ക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നു. പിന്നെന്താണ്, നമ്മൾ ന്യൂ വേൾഡ് എത്തി. ഇവിടെ ലൈബ്രറിയും എല്ലാം അടുത്ത് തന്നെയാണ്. സോ ന്യൂ വേൾഡ് കാണിച്ചു തരാം. ഇവിടെ ഈ പാപ്പറ്റോയിൽ മോസ്റ്റ് ഓഫ് ഇന്ത്യൻസ് താമസിക്കുന്നത്. ബിക്കോസ് മനക്കാവാണ് അടുത്ത മെയിൻ സിറ്റി മാറ്റർ സെറ്റ്. മനക്കാവിലാണ് മോസ്റ്റ്ലി MIT അങ്ങനത്തെ കോളേജും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ എളുപ്പം പാപ്പറ്റ കാരണം മോസ്റ്റ്ലി എല്ലാവരും പാപ്പറ്റയിലായിരുന്നു. ഇവിടെയും ഹൗസ് റെൻ്റൊക്കെ കുറച്ച് കുറവാണെന്നല്ല, എന്നാലും ഒരു വീടൊക്കെ എടുക്കുമ്പോൾ 200 ചില വരുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി ഹൗസിങ് റെൻ്റൊക്കെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്.
ഇതാണ് ഇവരുടെ പാർക്ക്, പാപ്പറ്റോ ലൈബ്രറി. സോ ഇനി ഞങ്ങൾ DH-ലെത്തിയിട്ട് കാണിച്ചു തരാം. ഓ നല്ല വെയിലാണ്. ബട്ട് ശരിക്കും ഈ വെയിൽ അടിക്കാൻ പാടില്ല, അത് ഭയങ്കര കൊള്ളൂല്ല സാധനം. ബിക്കോസ് ഇവിടെ ക്യാൻസറൊക്കെ വരാൻ ചാൻസ് ഉള്ള അത് ഇവിടെ ഓസോൺ പാളിക്ക് വിള്ളലുള്ള കാരണം പെട്ടെന്ന് സൂര്യപ്രകാശം സ്കിന്നിൽ അഫക്റ്റ് ചെയ്യും. സോ സാഡ്. ഇവിടെ പിസ് ഡോമിനോസ് കിട്ടും, ഭയങ്കര ലാബാണ്. 3 പിസയ്ക്കൊക്കെ $20 ആവും. വിശക്കുമ്പോൾ ഡോമിനോസൊക്കെ മേടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി തിന്നണം വല്ലപ്പോൾ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇത് പിന്നെ എൻ്റെ കൂടെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതുമുണ്ട്. ഇത് ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് ഫുഡ് എന്നിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കണേ. ഇത് അമ്മായിട്ട് നേഴ്സിംഗ് പഠിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇപ്പം തന്നെ നേഴ്സായെന്നാണ് വിചാരം. ഒട്ടും അഹങ്കാരമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇതാണ് ഏതാ ട്രെയിൻ സ്റ്റേഷൻ, പാപ്പറ്റോ ട്രെയിൻ സ്റ്റേഷൻ. ആ റാമ്പ് കയറി പോയി കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റേഷനെത്തും. ട്രെയിൻ മേ ബി സാറ്റർഡേ സൺഡേ ട്രെയിൻ ഉണ്ടാവാറില്ല. സോ അവിടെ ബസ് സ്റ്റേഷനോടെ ഉണ്ട്. അത് ആ ബസ് ട്രെയിനിന് പകരം ബസ് റീപ്ലേസ് ചെയ്യും. സോ ആ ബസ് സ്റ്റേഷനിൽ ഇരുന്നാൽ ട്രെയിനില്ലാത്ത ദിവസം ബസ് കിട്ടും. അല്ലെങ്കിൽ ബസ്സുണ്ട്, ഷെഡ്യൂളേഴ്സനുസരിച്ച് ബസ്സും ഉണ്ട്. ഇതാണ് DH. ഇതാണ് DH. DH സൂപ്പർ മാർക്കറ്റ്. ഇവിടെ മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും കിട്ടും. പഞ്ചാബി സോങ്ങാണ്, പഞ്ചാബി ആണെന്ന് തോന്നുന്നില്ല, എന്തോ സോങ്ങാണ്. ആപ്പിൾ $6, $300 തെറ്റിപ്പോയി കഴിഞ്ഞു. ഭയങ്കര എക്സ്പെൻസീവ് അല്ലല്ലോ. പക്ഷേ ഇവിടെ ചിലപ്പോൾ ചില സമയത്ത് ഇതിനേക്കാളും ഓഫർ പാക്ക് ആൻഡ് സേവ് വരും. അത് ഓരോന്നിനനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ എന്ത് മേടിക്കാനാണോ കിട്ടുന്നത്? ഒരെണ്ണത്തിനാണ് 99 സെൻറ്റ്, ഒരെണ്ണത്തിനാണ് 50 രൂപ. എടുക്കണ്ടോ? കഴിച്ചാൽ മതി. കഴിക്കണം. എടുക്കുന്നുണ്ടോ? രണ്ടെണ്ണം എടുത്തോ. രണ്ടെണ്ണം എടുത്തോ, കുഴപ്പമില്ല. അവൾക്ക് അവളുടെ എടുക്കും, എനിക്ക് എൻ്റെ എടുക്കും. എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് മുട്ട. ഇവിടെ മുട്ട $19 മുട്ടയ്ക്ക്. $16 മുട്ടയുണ്ട്. ബട്ട് അത് ചീത്തയാണോ? ഇവിടെ DH-ലാണ് ഞാൻ കമ്പയർ ചെയ്തതിൽ DH-ലാണ് ഏറ്റവും മുട്ടയ്ക്ക് വില കുറവായിട്ട് എനിക്ക് തോന്നുന്നു. $17 ഒരു ട്രേ മുട്ട കിട്ടും. അങ്ങനെയൊക്കെ അല്ലേ. മോസ്റ്റ്ലി എല്ലാ സാധനവും DH-ൽ, ഇന്ത്യൻ സാധനങ്ങളൊക്കെ മോസ്റ്റ്ലി എല്ലാ സാധനവും DH കിട്ടും. പിന്നെ എന്ത് മേടിക്കാൻ നമ്മൾ വന്നിട്ട് സവോള മേടിക്കണമെന്നായിരുന്നു. ബട്ട് വണ്ടി വേണം. ഭയങ്കര വലിയ 10 കിലോൻ്റെ ബാഗേജ് കിട്ടും. അതും അതാണ്. അപ്രോക്സിമേറ്റ് പറയണത് 30 to 40 ഇഡ്ഡലീസ് ആണ്. ഇഡ്ഡലീസ്, ദോശ ബാറ്റർ മേടിക്കണ്ടേ? ഇഡ്ഡലി ബാറ്റർ മേടിച്ച് ഇഡ്ഡലിക്ക് സാധനം ഉണ്ടോ? അപ്പോൾ മേടില്ല. ദോശ ബാറ്റർ ഉണ്ടാവാ മേടിച്ചോ. ബോൺവിറ്റ കിട്ടും. പിന്നെ ഇന്ത്യൻ റൈസ് കിട്ടും. കാണിച്ചാൽ ഇന്ത്യൻ റൈസ് ഇവിടെ എവിടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് റൈസ് പവിഴം. ലുക്ക്, പവിഴം കിട്ടും. പിന്നെ ഇന്ത്യൻ ഹെറിറ്റേജ് ഇതൊന്നും ഞാൻ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാറില്ല. അതൊന്നും പിന്നെന്താ റൈസ് അവിടെ ബസ്മതി റൈസ് കിട്ടായിരുന്നു. ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി ഗോൾഡൻ ഫീൽ കിട്ടും.
Sorry. Oh, it's just a camera, just recording the video. Is it okay? Yeah, we just recording the video. That's it. Oh, you want to ask from there? Yeah. I want to ask from there to record the video? Yeah, go to. Oh, yeah, sure. It's okay. റെക്കോർഡ് ചെയ്യുന്നതിന് അവരോട് ചോദിക്കണം. ചോദിച്ചിട്ട് മര്യാദയാണ് പറ്റും. ചോദിച്ചിട്ടില്ല. ഹലോ ഗൈസ്, ദിസ് ഇസ് ന്യൂ വേൾഡ്. എല്ലാത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണല്ലോ വീഡിയോ എടുക്കുക. നിങ്ങൾ എത്തുമ്പോഴേക്ക് നമുക്കിന്ന് ഇവിടെ കയറി ഇവിടെ വീഡിയോ എടുക്കാൻ പാടുണ്ടാന്ന് പറയാൻ എനിക്കറിയില്ല. ഇവിടെ കടയ്ക്ക് 2 റൗട്ടാണ്. ഓരോ സ്ഥലത്ത് ഓരോ പ്രൈസ് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മൾ ചിക്കൻ മേടിക്കാം. ഇവിടെ നിന്നൊരു ബാഗ് എടുക്കാം. ഇതാണ് മീറ്റ് സെക്ഷൻ. ഇവിടെ സൂപ്പർ സേവ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് കാണാം. അതിൽ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണേ. ഒന്നും സൂപ്പർ സേവ് ഒന്നുമില്ല. അല്ലെങ്കിൽ സൂപ്പർ സേവ് ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ വേണമെങ്കിൽ നോട്ട് എടുക്കാം. 21 17 നോട്ട്. നമുക്ക് 2 ചിക്കൻ കിട്ടും. നമ്മളത് കട്ട് ചെയ്ത് കറി നീ മറ്റേപ്പാട്. അപ്പോൾ കറി ഉണ്ടാക്കാനാണോ നീ? അപ്പോൾ മറ്റേ നമ്മൾ ഇത് തുടങ്ങണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ ഇത് 2 എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ചിക്കൻ മേടിക്കാം. $23. കുറച്ചൊരു ലാഭം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. കോഴിയുടെ കാലൊക്കെ കിട്ടും. എന്താ എന്ത് മേടിക്കും? യെസ്, നമ്മളിവിടെ വേറൊരു സാധനം കാണിച്ചതാണ്. റഷ്യൻസ്. പേരെന്താണെന്ന് എനിക്കറിയില്ല. സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. നമുക്ക് ഇതിന് കുറച്ചെടുക്കാം. സ്നേലുണ്ട്. സ്നേല്. പിന്നെ ഇത് 2 പിന്നെ നമുക്ക് സെൽഫ് ചെക്കൗട്ട് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ക്ലബ് മെമ്പർഷിപ്പിനത് കിട്ടുള്ളൂ. Select from favorite. Please place. പിന്നെ എന്താ? ഓ നെറ്റില്ല. യെസ്, പൈസ കുറഞ്ഞ് കിട്ടും. $61. Insert card or select payment type. അക്സെപ്റ്റ്. ഒരു ബാഗ് കൂടി വേണമായിരുന്നു. ഈ ബാഗിലെല്ലാം കയറൂല. ഒരു ബാഗ് എടുക്കണം.
ഇത്ര സാധനമുള്ളൂ. ഇത്ര സാധനം കണ്ടത് $62. നാട്ടിലെ ഒരു നാട്ടിലെത്രയാ 65 3000 രൂപ. ഇത്ര സാധനം എന്നിട്ട് മേടിച്ച് തരാം. ഒരു 3 പാക്ക് ചിക്കനും എന്നിട്ട് 1 കിലോ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ മേടിച്ചു. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. 3000 രൂപയ്ക്ക് ന്യൂസിലാൻഡിൽ എന്തൊക്കെ കിട്ടുമെന്ന് കാണിച്ചു തരാം. ബൈ ബൈ. ഞാൻ ഒന്ന് കാണിച്ചു തരാം 3000 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടിയെന്ന്. നൂലിൻ്റെ പാക്കറ്റ് 3000 രൂപയ്ക്ക് കിട്ടിയത്. സവാള പിന്നെ ഉരുളക്കിഴങ്ങ് കിട്ടി. ഇന്നെ കണ്ട $6 കണ്ടേ ഉള്ളൂ. എത്രയാണ് അതിൻ്റെ 50 × 50 ചെയ്താണ്. അപ്പോൾ അതിന് എക്സാക്ട് പ്രൈസ് ഇന്ത്യൻ പ്രൈസ് കിട്ടും. കാരണം ഇവിടെ $1 എന്ന് വെച്ചാൽ നാട്ടിൽ 50 രൂപ. ചിക്കൻ 3000 രൂപയുടെ സാധനമാണിത്. പപ്പടമുണ്ട്. പിന്നെ ക്രൊഷനുണ്ട്. ഇതിലൊരു 3 എണ്ണം ഉണ്ട്. ഇതാണ് ഇവിടെ 3000 രൂപയുടെ സാധനം. ഇവിടുത്തെ ക്രഷനുകളുണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ആണ്. പിന്നെ ഇതുണ്ട്. ഫ്രിഡ്ജ് വേറെ ദിവസം കാണിച്ചിട്ട് ഇപ്പോൾ കാണിച്ചാൽ ശരിയാവില്ല.